ഇന്ദിരാഭവനിൽ KPC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിക്കുന്ന ഇനി ചർച്ചകൾ, അതിനുള്ള സ്കോപ്പ് എവിടെയാണ്? ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ കന്റോൺമെന്റ് ഹൗസിൽ നിൽക്കുമ്പോഴും ഇനി അവിടെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ആശയവിനിമയത്തിനുള്ള അവസരങ്ങൾ അതല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ടോ? അഭിലാഷ്, ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകളും നടക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും ആ നേതാക്കൾ ഇന്ദിരാഭവന്റെ അകത്ത് തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ചർച്ച കഴിഞ്ഞ് മുസ്ലിം ലീഗ് നേതാക്കളും മറ്റുള്ള കോൺഗ്രസ് നേതാക്കളും ഒക്കെ പോയിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രിയും അതോടൊപ്പം KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ഇന്ദിരാഭവനകത്ത് തന്നെയുണ്ട്. AC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കളും അകത്ത് തന്നെയുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം മിക്കവാറും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കോൺഗ്രസിൽ ഇനി ഏതാണ്ട് അവസാന ഘട്ടത്തിൽ 1-2 പേര് കൂടി ഫൈനലൈസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനിടയ്ക്ക് ഒരു കൗതുകരമായ മറ്റൊരു കാര്യം കൂടെ ഇവിടെ സംഭവിച്ചു. അതുകൂടി പറഞ്ഞു. മുഖ്യമന്ത്രി ഇനി ഏതായാലും കന്റോൺമെന്റ് ഹൗസിലേക്ക് വരുന്നത് ഈ കാണുന്ന കറുത്ത വാഹനത്തിലായിരിക്കും. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്ന വെള്ള വാഹനത്തിന് എന്തോ ഒരു തകരാറ്, അങ്ങനെ പകരം ഒരു വാഹനം കൂടി എത്തിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കാഴ്ചയിൽ വന്നപ്പോൾ അതങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇനിയും ചർച്ചകൾ നീളും എന്നുള്ളതാണ് ഇന്ദിരാഭവനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രത്യേകിച്ചും അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക അത് അവസാന ഘട്ടത്തിൽ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. അവസാനഘട്ട സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഏതായാലും പുരോഗമിക്കുന്നത്. കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയെ സംബന്ധിച്ച് അവസാനവട്ട സമവായങ്ങളോ അല്ലെങ്കിൽ അവസാനവട്ട ചർച്ചകളോ നടക്കുന്നു. പക്ഷെ അതിൽ സംഘർഷങ്ങളൊന്നുമില്ല അല്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് ഈ പട്ടിക അയക്കേണ്ടതുണ്ട്. അവിടുത്തെ അംഗീകാരം വാങ്ങണം. നേരത്തെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ പട്ടികയൊക്കെ അംഗീകരിച്ച് കേന്ദ്രത്തിന്റെ അനുവാദം വാങ്ങിത്തരേണ്ട, ഹൈക്കമാൻഡ് അനുവാദം വാങ്ങിത്തരേണ്ട നേതാവ് കൂടിയാണ് KC വേണുഗോപാൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശരിയാണ്. ഈ പട്ടിക അയച്ചു കൊടുത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വകുപ്പുകളുടെ കാര്യം അടക്കം പറഞ്ഞ് ഈ കാര്യത്തിൽ അന്തിമമായ അംഗീകാരം വാങ്ങിയെടുത്ത ശേഷം മാത്രമേ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്, മുഖ്യമന്ത്രിക്ക് ഇത് ഗവർണറുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുള്ളൂ. നാളെ ഉച്ചയോടുകൂടി കൊടുക്കും എന്നാണ് പറയുന്നത്. ലോക് ഭവനിൽ എത്തിച്ച് അതിന്റെ അംഗീകാരം ഗവർണർക്ക് നേരത്തെ തന്നെ, സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ആരൊക്കെയാണോ എന്നുള്ളത് പട്ടിക കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു അന്തിമമായ പ്രോസസ്സിലാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ഈ പട്ടിക ഹൈക്കമാൻഡിന് മുന്നിൽ എത്തും എന്നാണ് പ്രതീക്ഷ. നമുക്ക്